Hello friends, previous day we discussed the chapter living and non-living things. All of you ready? Today we can take this last part. All of you ready? Previous day we learned about the features of living things. Which are the main points we learned previous day? First is natural things, man-made things, non-living things, and living things. First is natural things. What is natural things? Natural things are animals, plants, rocks, sun, moon, and stars, etc. are called natural things. Then man-made things. Man-made things means made by man. Is it so? Example, car, bridges, roads, etc. And we learn non-living things. Chairs, tables, buildings, etc. are non-living things. Then living things. Natural things like plants, animals are living things. All of you got it? Next, we learn living things move, which includes the features of the living things. Living things move, living things grow. Then we can learn living things need food. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിവിങ് തിങ്സ് നീഡ് ഫുഡ്. അതായത് ജീവനുള്ള വസ്തുക്കൾക്ക് അല്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് ഫുഡ് ആവശ്യമാണ്. ലിവിങ് തിങ്സിന് ഫുഡ് ആവശ്യമാണ്. ഓൾ ലിവിങ് തിങ്സ് നീഡ് ഫുഡ് ടു ലിവ് ആൻഡ് ടു ഗ്രോ. എല്ലാ ജീവജാലങ്ങൾക്കും അവയ്ക്ക് വളരുന്നതിനാവശ്യമായ ഫുഡ് ആവശ്യമാണ്. ആനിമൽസ് ഗെറ്റ് ദെയർ ഫുഡ് ഫ്രം പ്ലാന്റ്സ് ഓർ അതർ ആനിമൽസ്. ആനിമൽസ് അവയ്ക്കാവശ്യമായ ഫുഡ് പ്ലാന്റ്സിൽ നിന്ന് സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ചെറിയ മറ്റ് ജീവികളിൽ നിന്ന് സ്വീകരിക്കുന്നു, അതായത് മറ്റ് ജീവികളെ ഭക്ഷണമാക്കുന്നു. ഗ്രീൻ പ്ലാന്റ്സ് ക്യാൻ മേക്ക് ദെയർ ഓൺ ഫുഡ് ഇൻ ദ പ്രസൻസ് ഓഫ് എയർ, വാട്ടർ ആൻഡ് സൺലൈറ്റ്. അതായത് ഗ്രീൻ പ്ലാന്റ്സ് അവയ്ക്കാവശ്യമായ ഫുഡ് എയർ, വാട്ടർ, സൺലൈറ്റ് യൂസ് ചെയ്തുകൊണ്ട്, അതായത് സൺലൈറ്റിൻ്റെ സാന്നിധ്യത്തിൽ, പ്രസൻസിൽ ഫുഡ് ഉണ്ടാക്കുന്നു. ഓൺ ദ അതർ ഹാൻഡ് നോൺ ലിവിങ് തിങ്സ് ലൈക്ക് ടേബിൾ, ചെയർ ഡു നോട്ട് നീഡ് ഫുഡ്. അതായത് നോൺ ലിവിങ് തിങ്സിന് ഫുഡ് ആവശ്യമില്ല. ആസ് ദേ നെവർ ഗ്രോ ഓൺ ദെയർ ഓൺ. കാരണം അത് വളരുന്നില്ല. ജീവനില്ലാത്ത വസ്തുക്കൾ വളരുന്നില്ല. നെക്സ്റ്റ്, നോൺ ഗ്രീൻ പ്ലാന്റ്സ് ലൈക്ക് മഷ്റൂംസ് കനോട്ട് മേക്ക് ദെയർ ഓൺ ഫുഡ്. മഷ്റൂംസ് നോൺ ഗ്രീൻ പ്ലാന്റ് ആണ് മഷ്റൂം. അതിന് സ്വയം ഫുഡ് ഉണ്ടാക്കാൻ കഴിയില്ല. ദേ ഗെറ്റ് ഫുഡ് ഫ്രം ഡെഡ് ഡീക്കേയിങ് മാറ്റർ. അവ എന്താ ചെയ്യുന്നത്? ചീഞ്ഞുപോയ മറ്റു വസ്തുക്കളിൽ പറ്റിപ്പിടിച്ച് അവയിൽ നിന്ന് എന്ത് ശേഖരിക്കുന്നു? ഫുഡ് ശേഖരിക്കുന്നു. ആര്? മഷ്റൂം പോലെയുള്ള പ്ലാന്റ്സ് അല്ലേ? മഷ്റൂമറിനൂടെ കൂൺ. ലിവിങ് തിങ്സ് മൂവ്. നെക്സ്റ്റ് ഫീച്ചറാണ് ലിവിങ് തിങ്സ് മൂവ്. അപ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സാണ് പഠിച്ചത്? ലിവിങ് തിങ്സ് മൂവ്, ലിവിങ് തിങ്സ് ഗ്രോ, ലിവിങ് തിങ്സ് ഫുഡ്. ഇനി ലിവിങ് തിങ്സ് മൂവ്, അതിന് ഒരു ആക്ടിവിറ്റിയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ടേക്ക് 2 ബെൽ ജാർസ്. 2 ജാർ എടുക്കുക. 2 ജാർ എടുക്കുക. കീപ്പ് എ പെൻസിൽ ഇൻ 1 ആൻഡ് ടേക്ക് കോക്രോച്ച് ഇൻ ദ അതർ. ഒരു ജാറിൽ 1 പെൻസിൽ എടുക്കുക, അനദർ മറ്റതിൽ ഒരു കോക്രോച്ചിനെയും ഇടുക. വാച്ച് ദ പെൻസിൽ ആൻഡ് ദ കോക്രോച്ച്. രണ്ടും നിങ്ങൾ നിരീക്ഷിക്കുക. പെൻസിൽ മൂവ് ചെയ്യുന്നുണ്ടോ? നോ. എന്നാൽ കോക്രോച്ച്
മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. ദ കോക്രോച്ച് വിൽ മൂവ്, കോക്രോച്ച് മൂവ് ചെയ്യുന്നു. ബട്ട് ദ പെൻസിൽ വിൽ നോട്ട്, പെൻസിൽ എന്ത് ചെയ്യുന്നില്ല, മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവുന്നു? ലിവിങ് തിങ്സ് മൂവ്. ഇതെന്ത് ചെയ്യുന്നില്ല, ഇതിന് ജീവനില്ല, അതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യുന്നില്ല, മൂവ് ചെയ്യുന്നില്ല. എന്ത്? പെൻസിൽ. ലിവിങ് തിങ്സ് ഫീൽ. ഇനി നെക്സ്റ്റ് ഫീച്ചറാണ് ലിവിങ് തിങ്സ് ഫീൽ ചെയ്യുന്നു. അതിന് ഫീൽ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് എന്താണ്? അത് അനുഭവപ്പെടുന്നു, അഥവാ അതിനെ തൊട്ട് കഴിഞ്ഞാൽ എന്താ അറിയുന്നു. അതെങ്ങനെ? ആനിമൽസ് ഫീൽ ആൻഡ് സെൻസ് ചേഞ്ചസ് അറൗണ്ട് ദം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദെയർ സെൻസ് ഓർഗൻ, ഐസ്, ഇയേഴ്സ്, നോസ്, ടങ് ആൻഡ് സ്കിൻ. അതായത് സെൻസ് ഓർഗൻസായ ഐസ്, ഇയേഴ്സ്, നോസ്, ടങ്, സ്കിൻ ഇവ യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇവയുടെ ഹെൽപ്പിനാൽ, സഹായത്താൽ എന്ത് ചെയ്യുന്നു? ആനിമൽസിന് ഫീൽ ചെയ്യുന്നു. യു ഹിയർ മ്യൂസിക് ആൻഡ് യു വാണ്ട് ടു ടാപ്പ് യുവർ ഫീറ്റ്. നമ്മൾ മ്യൂസിക് കേൾക്കുന്നില്ലേ? എ കോൾ വിൻ മേക്സ് യു ഷിവർ. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ കൈയടിക്കാറുണ്ട് അല്ലേ, താളം പിടിക്കാറുണ്ട്. അതുപോലെ തണുപ്പ് കാറ്റ് അനുഭവപ്പെടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? ഷിവർ അനുഭവപ്പെടാറുണ്ട് അല്ലേ? പ്ലാന്റ്സ് ഫീൽ ദ സൺലൈറ്റ് ആൻഡ് ഗ്രോ ടുവാർഡ്സ് ഇറ്റ്. അതുപോലെ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു? സൺലൈറ്റിന് അഭിമുഖമായി വളരുന്നതായിട്ട് കാണാം. ഹൗവർ യുവർ ഡോൾ ഡസ് നോട്ട് ക്രൈ. എന്നാൽ നിങ്ങളുടെ പെറ്റായ ഡോൾ കരയുന്നുണ്ടോ? അതിനെ ചവിട്ടിപ്പോയാൽ അത് കരയാറുണ്ടോ? നോ. അല്ലെ, അതിനെ ഒരിടത്ത് അടിച്ചാൽ അതിന് വേദനിക്കാറുണ്ടോ? നോ. വെൻ യു ത്രോ ഇറ്റ് ഓൺ ദ ഗ്രൗണ്ട്, അതിനെ ഗ്രൗണ്ടിലേക്ക് എറിഞ്ഞാൽ അതിന് വേദനിക്കുന്നുണ്ടോ? നോ. ദിസ് ഈസ് ബിക്കോസ് ഇറ്റ് ഈസ് നോൺ ലിവിങ് തിങ്. അപ്പോൾ ഈ പെൻസിൽ, ഈ പറഞ്ഞ ഡോൾ, ഇവയൊക്കെ എന്താണ്? നോൺ ലിവിങ് തിങ്സ് ആണ്. അപ്പോൾ ലിവിങ് തിങ്സിന് പ്രത്യേകത എന്താണ്? മൂവ്, ഗ്രോ, ദെൻ നീഡ് ഫുഡ്, പിന്നെ ലിവിങ് തിങ്സ് ഫീൽ. ഇനി നെക്സ്റ്റ് ലിവിങ് തിങ്സ് ബ്രീത്ത്. ബ്രീത്ത് ചെയ്യുന്നു. ഓൾ ലിവിങ് തിങ്സ് ബ്രീത്ത് ഓൾ ദ ടൈം. ലിവിങ് തിങ്സ് എല്ലാം എന്ത് ചെയ്യുന്നു? ബ്രീത്ത് ചെയ്യുന്നു. ഓൾ ദ ടൈം, ഏത് നേരവും ശ്വസിക്കണം അല്ലേ? ലിവിങ് തിങ്സ് കനോട്ട് ലിവ് വിത്തൗട്ട് എയർ. ശ്വസിക്കാതെ ജീവിക്കാൻ കഴിയില്ല. ആനിമൽസ് ഹാവ് ലങ്സ്, ഗിൽസ് ഓർ എയർ ഹോൾസ് ടു ബ്രീത്ത് വിത്ത്. ലങ്സ് ഉണ്ട്, ഗിൽസ് ഉണ്ട്, എയർ ഹോൾസ് ഉണ്ട് ഓരോന്നിനും അല്ലേ? അപ്പോൾ പ്ലാന്റ്സ് ബ്രീത്ത് ത്രൂ പോർസ് ഇൻ ദെയർ ലീവ്സ്. എന്നാൽ ലീവ്സ് എങ്ങനെയാണ് ശ്വസിക്കുന്നത്? അതിൻ്റെ ടൈനി പോർസിലൂടെയാണ് പ്ലാന്റ്സ് ബ്രീത്ത് ചെയ്യുന്നത്. അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് ലിവിങ് തിങ്സ് എന്തൊക്കെയാണ്? ലിവിങ് തിങ്സ്, വൺ ഈസ് ലിവിങ് തിങ്സ് മൂവ്, സെക്കൻഡ് ഈസ് ലിവിങ് തിങ്സ് ഗ്രോ, തേർഡ് ഈസ് ലിവിങ് തിങ്സ് നീഡ് ഫുഡ്, then fourth is living things feel, then fifth is living things breathe. All these are living things features. Next, you cannot hold your breath for very long as you always need air to breathe. You cannot hold your breath for very long as you always need air to breathe. But if you squeeze the nose of your doll, nothing happens. It is non-living, so it does not need air in order to stay alive. അതായത് you cannot hold your breath for very long time. അതായത് നമുക്ക് നമ്മളുടെ മൂക്കും വായും പൊത്തിപ്പിടിച്ചുകൊണ്ട് കുറേ നേരം ഇരിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് എന്തനുഭവപ്പെടും? ശ്വാസം മുട്ടൽ അനുഭവപ്പെടും. ശ്വാസം മുട്ടൽ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യൂ? നമുക്ക് എന്തൊക്കെയോ അസ്വസ്ഥതകൾ അനുഭവപ്പെടും. എന്നാൽ ഒരു ഡോളിനെ നമ്മൾ മൂക്കും വായും പൊത്തിപ്പിടിച്ചാലോ? നത്തിങ് ഹാപ്പൻ ഇല്ലേ? ഒന്നും സംഭവിക്കുന്നില്ല. കാരണം എന്താണ്? അത് നോൺ ലിവിങ് തിങ്സ് ആണ്. എന്ത്? ഡോൾ. അണ്ടർസ്റ്റാൻഡ്? സോ ഇറ്റ് ഡസ് നോട്ട് നീഡ് എയർ ഇൻ ഓർഡർ ടു സ്റ്റേ എലൈവ്. അതുകൊണ്ട് തന്നെ ഡോളിന് എന്തു വേണ്ട? ജീവിക്കാൻ ആവശ്യമായ എയർ ആവശ്യമില്ല. അത് നോൺ ലിവിങ് തിങ്സ് ആണ്. എന്ത്? ഡോൾ. എയർ ഈസ് മെയ്ഡപ്പ് ഓഫ് ഡിഫറെൻറ്റ് ഗ്യാസസ്. ഡിഫറെൻറ്റ് ഗ്യാസസ്
വായുവിൽ അടങ്ങിയിരിക്കുന്നു അല്ലേ. ഓക്സിജൻ ഈസ് എ ഗ്യാസ്, ഓക്സിജൻ ഗ്യാസാണ്. ദാറ്റ് വി ബ്രീത്ത് ഇൻ, നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ഓക്സിജൻ എന്താണ്? ഗ്യാസാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എ ഗ്യാസ്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസാണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ദാറ്റ് വി ബ്രീത്ത് ഔട്ട്, അത് നമ്മൾ പുറന്തള്ളുന്നു കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. ഓക്സിജനാണ് ഉള്ളിലേക്ക് എടുക്കുന്നത്. ലിവിങ് തിങ്സ് ബ്രീത്ത്. ഇനി ലിവിങ് തിങ്സ് ബ്രീത്ത് ചെയ്യുന്നു എന്നുള്ളതിന് ആക്ടിവിറ്റി. ഒബ്സർവ് ദ ഫ്ലോർ ഓഫ് ദ മൗത്ത് ഓഫ് എ ഫ്രോഗ്. ഇറ്റ് goes up and down. This movement helps the frogs to breathe in and out. നിങ്ങൾ ഫ്രോഗിനെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ അവയുടെ ആ മൗത്തിൻ്റെ അടുത്ത് ഇങ്ങനെ അപ്സ് ആൻഡ് ഡൗൺസ്, അതായത് എങ്ങനെ കാണാം? ഇങ്ങനെ ഉള്ളിലേക്ക് വലിയുകയും പുറത്തേക്ക് വരികയും ചെയ്യുന്നതായിട്ട് കാണാം. അതായത് ഒരു മൂവ്മെൻറ്റ് നടക്കുന്നതായിട്ട് കാണാം. എന്താണത്? അത് തവളയിൽ ബ്രീത്തിങ് നടക്കുന്നതാണ്. അപ്പോൾ മനസ്സിലായോ അത്? നെക്സ്റ്റ്, ടേക്ക് 2 plants. 2 plants എടുക്കുക. കീപ് 1 in ഓപ്പൺ ജാർ ആൻഡ് ദ അതർ ഇൻ ക്ലോസ്ഡ് ജാർ. ഒന്നിനെ എന്ത് ചെയ്യുക? അതിൻ്റെ മൂടിയിട്ടുകൊണ്ട് അടച്ചു വെക്കുക, മറ്റൊന്നിനെ തുറന്ന് വെക്കുക, അതായത് മൂടിയിടാതെ വയ്ക്കുക. രണ്ടിലും എന്ത് വേണം? ഓരോ പ്ലാന്റ് വയ്ക്കുക. അപ്പോൾ മൂടി വച്ചിരിക്കുന്ന ഈ പ്ലാന്റ്, അതായത് ഈ ബോട്ടിലിരിക്കുന്ന പ്ലാന്റിന് എയർ ഒന്നും കിട്ടുന്നില്ല, നല്ലോണം അടച്ചു വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇറ്റ് ഗെറ്റ്സ് നോ എയർ. ആഫ്റ്റർ എ ഫ്യൂ അവേഴ്സ്, അതായത് നമ്മൾ വെച്ച് കഴിഞ്ഞ് കുറേ മണിക്കൂറുകൾ കഴിഞ്ഞാൽ, യു വിൽ നോട്ടീസ് ദാറ്റ് ദ പ്ലാന്റ് ഇൻ ദ ക്ലോസ്ഡ് ജാർസ് സ്റ്റാർട്ട്സ് വിത്തറിങ്. അതായത് അടച്ചു വെച്ചിരിക്കുന്ന ജാറിലുള്ള പ്ലാന്റ് വാടിയിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. മറ്റേതിനൊന്നും സംഭവിക്കുന്നില്ല, നല്ല ഉഷാറായിട്ട് തന്നെ ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ എന്താണ്? എയർ, ഇതിനാവശ്യമായ എയർ അവിടെ കടക്കുന്നില്ല. കാരണം എന്താണ്? ക്ലോസ്ഡ് ലിഡാണുള്ളത്. അവിടെ അടച്ചു വെച്ചിരിക്കുന്ന, മൂടി അടച്ചു വെച്ചിരിക്കുകയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ എന്താണ്? ജീവനുള്ള വസ്തുക്കൾക്ക് അവയ്ക്ക് ശ്വസിക്കാൻ ആവശ്യമായ എന്താവശ്യമാണ്? എയർ ആവശ്യമാണ് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം അല്ലേ. നെക്സ്റ്റ്, ലിവിങ് തിങ്സ് റീപ്രൊഡ്യൂസ്. അതായത് ലിവിങ് തിങ്സിൽ റീപ്രൊഡക്ഷൻ നടക്കുന്നു. ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് മോർ ഓഫ് ദെയർ ഓൺ കൈൻഡ്. ആനിമൽസിനും പ്ലാന്റ്സിലും അവയുടേതായ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അതായത് പ്ലാന്റ്സിലാണെങ്കിൽ ഒരു മാവ് നട്ട് കഴിഞ്ഞാൽ നമുക്കെന്ത്? മാവിൻ്റെ ചെറിയ മാവ് നട്ട് കഴിഞ്ഞാൽ മാവിൻ്റെ തൈയാണ് ഉണ്ടാകുന്നത് അല്ലേ. ഒരു പ്ലാവിൻ നട്ട് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകുന്നത്? ജാക്ക് ഫ്രൂട്ട് നട്ട് കഴിഞ്ഞാൽ ജാക്ക് ഫ്രൂട്ടിൻ്റെ തൈയാണ് ഉണ്ടാകുന്നത്, പ്ലാന്റാണ് ഉണ്ടാകുന്നത്. എന്നാൽ ആനിമൽസോ അതുപോലെ കൗ ബേർത്ത് നൽകുന്നത് കൗവിൻ്റെ കുട്ടിയാണ് അല്ലേ. അതുപോലെ ഡോഗാണെങ്കിൽ പപ്പി അല്ലേ, കാറ്റാണെങ്കിൽ കിറ്റൺ. അപ്പോൾ എന്താണ്? ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് മോർ ഓഫ് ദെയർ ഓൺ കൈൻഡ്. അതേ തരത്തിലുള്ള കുട്ടികളെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ പ്ലാന്റ്സിനെ ഉണ്ടാക്കുന്നു. അപ്പോൾ അതാണ് എന്ത്? ദിസ് ഈസ് കോൾഡ് റീപ്രൊഡക്ഷൻ. അതിനാണ് എന്ത് പറയുന്നത്? റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. എ ഹെൻ ലേസ് എഗ്സ് ഫ്രം വിച്ച് ചിക്സ് ഹാച്ച്. എ വുമൺ ഗിവ്സ് ബർത്ത് ടു എ ബേബി. എ ന്യൂ പ്ലാന്റ് ഡെവലപ്സ് ഫ്രം എ സീഡ്. എ ഹെൻ ലേസ് എഗ്സ് ഫ്രം, അതായത് ഒരു കോഴിമുട്ടയിൽ നിന്ന്, വിച്ച് ചിക്സ് ഹാച്ച്, കോഴിക്കുഞ്ഞ് വിരിയുന്നു. എ വുമൺ ഗിവ്സ് ബർത്ത് ടു എ ബേബി, ഒരു ലേഡി കുഞ്ഞിന് ജന്മം നൽകുന്നു. എ ന്യൂ പ്ലാന്റ് ഡെവലപ്സ് ഫ്രം എ സീഡ്, അതുപോലെ വിത്തിൽ നിന്നും പുതിയ ഒരു സസ്യം മുളച്ചു വരുന്നു, ഡെവലപ്പ് ചെയ്യുന്നു, വികസിക്കുന്നു അല്ലേ. എ കാർ കനോട്ട് പ്രൊഡ്യൂസ് അനദർ കാർ ബിക്കോസ് ഇറ്റ് ഈസ് എ നോൺ ലിവിങ് തിങ്. എന്നാൽ കാറോ ബസ്സോ അതേപോലെ അതേപോലെ തന്നെയുള്ള മറ്റൊരു വാഹനം റിപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? നോ, നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. മാൻ മെയ്ഡാണ് അവ അല്ലേ. അതുകൊണ്ട് തന്നെ അവ എന്താണ്? നോൺ ലിവിങ് തിങ്സ് ആണ്. അവയ്ക്ക് അതിന് കഴിവില്ല. എ കാർ കനോട്ട് പ്രൊഡ്യൂസ് അനദർ കാർ, അതായത് കാറ് ബസ് ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊന്നും എന്ത് ചെയ്യുന്നില്ല? അതേപോലെയുള്ള ദെയർ ഓൺ കൈൻഡിനെ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നില്ല, റീപ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതെന്താണ്? നോൺ ലിവിങ് തിങ്സ് ആണ് കാർ ബസ് ഇവയൊക്കെ. അണ്ടർസ്റ്റാൻഡ്? മനസ്സിലായോ? നെക്സ്റ്റ്, ഡു യു നോ? നോട്ട് ഓൾ പ്ലാന്റ്സ് ഗ്രോ ഫ്രം സീഡ്സ്. എല്ലാ പ്ലാന്റ്സും സീഡ്സിൽ നിന്നുണ്ടാവുന്നതല്ല. സം പ്ലാന്റ്സ് ക്യാൻ ഗ്രോ ഫ്രം ദെയർ ബോഡി പാർട്സ്. അതായത് ചില പ്ലാന്റ്സ് അവയുടെ എന്ത് ചെയ്യുന്നു?
സ്റ്റെം നട്ട് മുളപ്പിക്കാവുന്നതാണ്. ബ്രേക്ക് എ സ്റ്റെം ഫ്രം എ മണി പ്ലാന്റ് ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻ എ ബോട്ടിൽ ഓഫ് വാട്ടർ. മണി പ്ലാന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിൻ്റെ ഒരു സ്റ്റെം മുറിച്ചെടുത്ത് നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഒരു ബോട്ടിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് വരും? മുളച്ച് വരും. ഇറ്റ് വിൽ ഫോം റൂട്ട്സ് ആൻഡ് ഗ്രോ. അത് വേരൊക്കെ വളർന്ന് എന്ത് ചെയ്യും? വളരുന്നതായിട്ട് നമുക്ക് കാണാം. ഇൻ സം പ്ലാന്റ്സ് ന്യൂ പ്ലാന്റ്സ് ഗ്രോ ഫ്രം ദെയർ ലീവ്സ്. എന്നാൽ ചില പ്ലാന്റ്സിൽ അവയുടെ ലീവ്സിൽ നിന്ന് മുള പൊട്ടി വരുന്നതായിട്ട്, ഗ്രോയിങ് നടക്കുന്നതായിട്ട് കാണാം, വളർച്ച ഉണ്ടാകുന്നതായിട്ട് കാണാം. യെസ് ഇറ്റ് ഇൻ എ പ്ലാന്റ് കോൾ ബ്രയോഫിലം. അപ്പോൾ അങ്ങനെയുള്ള സസ്യങ്ങളെ നമുക്ക് ബ്രയോഫിലം എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ ബ്രയോഫിലം എന്ന് വിളിക്കാം. നൗ യു നോ ദാറ്റ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ആർ ലിവിങ് തിങ്സ്. അപ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കി ഇതുവരെ? ആനിമൽസും പ്ലാന്റ്സും ലിവിങ് തിങ്സ് ആണെന്ന് മനസ്സിലാക്കി അല്ലേ? ദേ ആർ എലൈക്ക് ഇൻ മെനി വേയ്സ്. അവ കുറേ തരത്തിൽ എന്താണ്? ഒരുപോലെയാണ് അല്ലേ? ദേ ഓൾസോ ഡിഫർ ഇൻ സം വേയ്സ്. എന്നാൽ ചില കാര്യങ്ങളിൽ അവ ഡിഫറൻറ്റും ആണ്, വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഡിഫർ. എങ്ങനെയാണ് പ്ലാന്റ്സും ആനിമൽസും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആനിമൽസ് മൂവ് ഫ്രം പ്ലേസ് ടു പ്ലേസ് വൈൽ പ്ലാന്റ്സ് ആർ ഫിക്സഡ് ടു ദ ഗ്രൗണ്ട്. ആനിമൽസ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ എപ്പോഴും ഓടിച്ചാടി പോയിക്കൊണ്ടിരിക്കും അല്ലേ? ആനിമൽസ് മൂവ് ഫ്രം പ്ലേസ് ടു പ്ലേസ് വൈൽ പ്ലാന്റ്സ് ആർ ഫിക്സഡ് ടു ദ ഗ്രൗണ്ട്. പ്ലാന്റ്സ് എന്താണ്? ഒരിടത്ത് ഫിക്സഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ആനിമൽസ് ഈറ്റ് പ്ലാന്റ്സ് ഓർ അതർ ആനിമൽസ്. ആനിമൽസ് പ്ലാന്റ്സിനെ ഈറ്റ് ചെയ്യുന്നു, അതുപോലെ അല്ലെങ്കിൽ മറ്റ് ആനിമൽസിനെ ഭക്ഷണമാക്കുന്നു. ഹൗവർ ഗ്രീൻ പ്ലാന്റ്സ് മേക്ക് ദെയർ ഓൺ ഫുഡ് വിത്ത് എയർ, വാട്ടർ ആൻഡ് സൺലൈറ്റ്. എന്നാൽ ഗ്രീൻ പ്ലാന്റ്സ്, അതായത് ഹരിത സസ്യങ്ങൾ, പച്ച നിറമുള്ള സസ്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? അവ ജലവും ലവണങ്ങളും സൂര്യപ്രകാശവും ഒക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? സ്വയം ഭക്ഷണം പാകം ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സം പ്ലാന്റ്സ് സച്ച് ആസ് വീനസ് ഫ്ലൈ ട്രാപ്പ് കാച്ച് ആൻഡ് ഈറ്റ് ഇൻസെക്ട്സ്. അതായത് വീനസ് ഫ്ലൈ ട്രാപ്പ് പോലെയുള്ള സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു? അതായത് ഇരപിടിയൻ സസ്യങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. അവ എന്ത് ചെയ്യുന്നു? ചെറിയ പ്രാണികളെ ഭക്ഷിക്കാറുണ്ട്. ആനിമൽസ് ബ്രീത്ത് ത്രൂ ലങ്സ്, ഗിൽസ് ആൻഡ് എയർ ഹോൾസ് വൈൽ പ്ലാന്റ്സ് ബ്രീത്ത് ത്രൂ ടൈനി പോർസ് ഓൺ ദെയർ ലീവ്സ്. ആനിമൽസ് ബ്രീത്ത് ചെയ്യുന്നത് ലങ്സ്, ഗിൽസ്, എയർ ഹോൾസ് എന്നിവയിലൂടെ. എന്നാൽ പ്ലാന്റ്സോ ടൈനി പോർസിലൂടെയാണ്, അതായത് ലീവ്സിലുള്ള സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയാണ് അവ ശ്വസിക്കുന്നത്. ആനിമൽസ് റിപ്രൊഡ്യൂസ്. എങ്ങനെയാണ് ആനിമൽസിൻ്റെ റീപ്രൊഡക്ഷൻ നടക്കുന്നത്? ലേയിങ് എഗ്സ്, അതായത് മുട്ടയിടുന്നതിലൂടെ, അല്ലെങ്കിൽ ഗിവിങ് ബർത്ത് ടു യങ് വൺസ്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ഗിവിങ് ബർത്ത്, ജനനം കൊടുക്കുന്നു, പ്രസവിക്കുന്നു അല്ലേ? വൈൽ പ്ലാന്റ്സ് റിപ്രൊഡ്യൂസ് ഫ്രം സീഡ്സ്. പ്ലാന്റ്സ് എങ്ങനെയാണ്? സീഡ്സിൽ നിന്നാണ് ഉണ്ടാവുന്നത്. എ ഫ്യൂ പ്ലാന്റ്സ് ക്യാൻ റിപ്രൊഡ്യൂസ് ഫ്രം ദെയർ ബോഡി പാർട്സ് ആസ് മെൻഷൻഡ് ഏർലിയർ. നമ്മൾ നേരത്തെ ബ്രയോഫിലം എന്ന് പഠിച്ചു അല്ലേ? ലീവ്സിൽ നിന്ന് മുള വരുന്നു, ചിലപ്പോൾ സ്റ്റെമ്മിൽ നിന്ന്, ബോഡി പാർട്സിൽ നിന്ന് ഉണ്ടാവാറുണ്ട്, പുതിയ സസ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ പ്ലാന്റ്സിന് സീഡ്സിൽ നിന്നും സസ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഇനി ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ. എങ്ങനെയാണ് ആനിമൽസും പ്ലാന്റ്സും പരസ്പരം ആശ്രയിച്ചിരിക്കുന്നത്? ഓൾദോ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഡിഫർ ഇൻ മെനി വേയ്സ്. പലതരത്തിൽ അവ വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിലും ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ ടു ബി ഏബിൾ ടു ലിവ്. അതായത് ജീവിക്കുന്നതിന് പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ദ മങ്കി ആൻഡ് ദ മാംഗോ ട്രീ ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ. അതായത് മങ്കി എപ്പോഴും മാംഗോ ട്രീയെ ആശ്രയിക്കുന്നു. എങ്ങനെയാണ്? മാംഗോ അതിൻ്റെ ഫ്രൂട്ട് എന്ത് ചെയ്യുന്നു? എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നു, അതിലിങ്ങനെ ചാടിച്ചാടി കളിക്കുന്നു അല്ലേ? ദ മങ്കി ഈറ്റ്സ് ദ മാംഗോസ് ആൻഡ് സ്കാറ്റേഴ്സ് ദ സീഡ്സ് ഓവർ എ ലാർജ് ഏരിയ. പിന്നെ അതിൻ്റെ ഈ സീഡ്സ് എന്ത് ചെയ്യുന്നു? മാംഗോൻ്റെ സീഡ്സ് അല്ല, അത് ഓരോരോ സ്ഥലത്ത് കൊണ്ടിടുന്നു അല്ലേ? സോ ദാറ്റ് ഫ്രഷ് മാംഗോ ട്രീസ് ക്യാൻ ഗ്രോ വിത്തൗട്ട് ക്രൗഡിങ് വിത്ത് ഈച്ച് അതർ. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഇങ്ങനെ കൊണ്ടിട്ട സ്ഥലങ്ങളിലൊക്കെ വിത്ത് മുളക്കുന്നതായിട്ട് കാണാം. ഈച്ച് ബെനിഫിറ്റ്സ് ഫ്രം ദ അതർ. അതുപോലെ രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണത്? പരസ്പര സഹായകമാണ്, ഹെൽപ്പിംഗ് ആണ് അല്ലേ? ഇഫ് ടു മെനി ആനിമൽസ് ആർ കിൽഡ് ഓർ ടു മെനി ട്രീസ് ആർ കട്ട് ഡൗൺ വിത്തൗട്ട് ന്യൂ വൺസ് ടേക്കിംഗ് ദെയർ പ്ലേസ്, ദ ബാലൻസ് ഓഫ് നേച്ചർ ഈസ് ഡിസ്റ്റർബ്ഡ്. അതായത് നമ്മൾ
പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ഒക്കെ സംരക്ഷിച്ച് നിർത്തേണ്ട